ഹൗസിന്റെ ഓണ വെക്കേഷൻ എല്ലാം കഴിഞ്ഞ് ഇന്ന് ക്ലാസ്സിലേക്ക് പോവാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് ഗൈസ്. വാരി കൊടുത്തല്ലേ മൗസിന്റെ വിജയനമ്മി മൗസിന്റെ ദോശയെല്ലാം ഇങ്ങ് വാരി കൊടുത്തായിരുന്നു. അതെ, മൗസിന്റെ ഓണ വെക്കേഷൻ എല്ലാം കഴിഞ്ഞായിരുന്നു. ഓണം കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്നതിന്റെ തലേ ദിവസം മൗസിന് ഇങ്ങ് പനിയൊക്കെ പിടിച്ചായിരുന്നു കേട്ടോ. പനിയെല്ലാം പിടിച്ച് ഒരു ദിവസം ലീവായിരുന്നു. പിന്നെ ഇന്നലെ അതിന് മുന്നത്തെ ദിവസം സ്കൂളിൽ വേറെ കുട്ടികൾക്ക് എക്സാം, അതുകൊണ്ട് മൗസിന് ലീവായിരുന്നു കേട്ടോ. ഒരു ദിവസത്തെ ക്ലാസ് ഇങ്ങ് പോയായിരുന്നു. അപ്പം ഞങ്ങൾ വീണ്ടും തിരികെ സ്കൂളിലേക്ക് ഇതാ പോവുകയാണ് കേട്ടോ. വൗസിൻ്റെ ബാഗ് ഞാനാണ് ഇട്ടേക്കുന്നത് കേട്ടോ. വൗസിൻ്റെ ബാഗ് ഇടുമ്പോൾ നല്ല ഫീലിങ്സാണ്. ഞാൻ സ്കൂളിലേക്ക് പോകുന്ന വൈബ് എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഗൈസ്. എല്ലാവർക്കും സുഖമാണോ ഗൈസ്? വൗസ് ടൈമായി എന്ന് പറഞ്ഞ് സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുക ഗൈസ്. ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. നല്ല വെയിലാണ്. ഇന്നലെ രാത്രി മഴ പെയ്തായിരുന്നു കേട്ടോ. രാത്രി നല്ല മഴയായിരുന്നു. ഇപ്പം നല്ല വെയിലിങ് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല. കണ്ണിലൂടെ ഇങ്ങനെ വെള്ളം വരുന്നു. എനിക്കിങ്ങനെ വെയിൽ തട്ടുമ്പോൾ എൻ്റെ കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. ഒരു പയ്യൻ മാത്രമല്ലേ നിൽക്കുന്നുള്ളൂ, വേറെ ആരും കാണുന്നില്ല അല്ലേ? വല്ല അവിടെ ആയിരിക്കും. ഇതാണ് ഞങ്ങളുടെ ബസ് സ്റ്റോപ്പ്. അപ്പം അങ്ങനെ നമ്മൾ നടന്നാണ് നമ്മുടെ സ്റ്റോപ്പ് എത്തി ഗൈസ്. അപ്പം ഞാനും അവസിങ് സ്റ്റോപ്പ് എത്തി കഴിഞ്ഞു കേട്ടോ. സുന്ദരിക്കുട്ടി അങ്ങ് ആളെ വേർത്ത് കുളിച്ചു. അപ്പം അങ്ങനെ ബസ് വരാറായിട്ടോ അല്ലേ? ഇനി 8:58, 59 ഇങ്ങനെ ആ ടൈമിലൊക്കെ ഉണ്ട് വരുന്നത് ഗൈസ്. ഉണ്ട് ഹൗസ് ആകെപ്പാടെ ഇങ്ങ് വേറത്തെ കുളിച്ചിട്ട് അങ്ങടെ സ്റ്റോപ്പിൽ ഒരു പയ്യൻ മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ സ്റ്റോപ്പില്ല. മഴ പെയ്താൽ മാത്രമേ ഇവിടെ ഒത്തിരി പേര് ഉണ്ടാകത്തുള്ളൂ കേട്ടോ. ബാക്കിയുള്ളവരെല്ലാം പാടത്തൂടെയാണ് ബസ് കയറാൻ പോകുന്നേ. ഗൈസ് കണ്ടോ, ഞങ്ങൾ ബസ് കയറാൻ പോകുന്നത് ഇവിടെ ഞങ്ങൾ ഫുൾ കാടാണ് കേട്ടോ. ഫുൾ മാവിൻ തോട്ടം, റോഡ് അതിൻ്റെ ഇപ്പുറം ഫുൾ കാടാണ് കേട്ടോ. ഇപ്പോൾ വാവസ് നട്ടിക്കൊന്നും വിടാൻ പറ്റത്തില്ല. ഇവിടെ സേഫ് അല്ലാത്ത പ്ലേസാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്ത് ജോലി ഉണ്ടെങ്കിലും ഞാൻ അതെല്ലാം വിട്ടിട്ട് വാവസിനെ കൊണ്ടാക്കാനും ഈവനിങ് 3:50 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും കേട്ടോ. 4 മണിയാകുമ്പോൾ വാവസിങ് സ്റ്റോപ്പ് എത്തും. അപ്പോൾ ഞങ്ങൾ വാവസിനെയും കൂട്ടി ഞങ്ങൾ ഹാപ്പി പോവല്ലേ ഗൈസ്. അപ്പോൾ നമ്മുടെ വൗസിൻ്റെ വണ്ടി വന്നു കേട്ടോ. വൗസിലാ കയറി കഴിഞ്ഞു. കയറുന്ന വീഡിയോസ് എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇതാണ് വൗസിൻ്റെ വണ്ടി കേട്ടോ. 9 മണിക്ക് എത്തി കഴിഞ്ഞു ഗൈസ്. ഗൈസ് അപ്പം നമ്മുടെ വൗസ് സ്കൂളിലേക്ക് പോയിട്ട് വൗസിൻ്റെ വണ്ടി വന്നായിരുന്നു. വൗസ് സ്കൂളിലേക്ക് ഇപ്പോൾ പോയത് കേട്ടോ. 1 മിനിറ്റ് എങ്ങും ആവുന്നു കേട്ടോ. ഞാൻ 9:30 ആകുമ്പോൾ സ്കൂളിൽ എത്തും കേട്ടോ. അപ്പോൾ ഇവിടെ ഒത്തിരി വെയിലാട്ടോ. നൈറ്റ് നല്ല മഴയായിരുന്നു. അതുപോലെ തന്നെ ആ മഴ പോലെ തന്നെ ഇപ്പോൾ നല്ല വെയിലാണ്, നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ പ്ലേസ്. ഈ 2 ഭാഗത്ത് നല്ല ചെടികളെല്ലാം ഇങ്ങനെ നിറഞ്ഞ് കിടന്നായിരുന്നു കേട്ടോ. പക്ഷേ ഈ 2 സൈഡ് ഇപ്പോൾ പുല്ലെല്ലാം ചെത്തി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വീടിൻ്റെ അപ്പുറം ഒരു കളമുണ്ട് കേട്ടോ. അവരുടെ കാർ ഈ വഴിയെ പോകുന്നത്. അപ്പോൾ അവരുടെ കാറിലൊക്കെ ഇങ്ങനെ ചെടിയെല്ലാം മുട്ടുന്നു എന്ന് പറഞ്ഞിട്ട് അവരാണ് ചെടിയെല്ലാം ആ വണ്ടിയിൽ ഉരസുന്നു എന്ന് പറഞ്ഞിട്ട് അവരാണ് കേട്ടോ ഇവിടെ എല്ലാം വൃത്തിയാക്കുന്നത്. എല്ലാ വർഷവും അവർ തന്നെയാണ് വൃത്തിയാക്കുന്നത് കേട്ടോ. ഇപ്പോൾ പേടിയില്ല കേട്ടോ. ഇല്ലെങ്കിൽ റോഡ് പോലും കാണത്തില്ല. അമ്മാതിരി ഇവിടെ നല്ല ചെടികളൊക്കെ നിറഞ്ഞ് കിടക്കും കേട്ടോ. ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? ഇവിടെ അമ്മയ്ക്ക് വയ്യ കേട്ടോ. അമ്മയ്ക്ക് കഴുത്ത് വേദന മാറിയിട്ടില്ല. അമ്മ ഇപ്പോഴും ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. ഹൗസിന് പനിയെല്ലാം മാറിയിരുന്നു, ജലദോഷം മാറിയതില്ല. ഇന്ന് സ്കൂളിലേക്ക് പോയി ഓണ വെക്കേഷനെല്ലാം കഴിഞ്ഞ് പിന്നെ വീണ്ടും ഒരു ദിവസം ലീവ് എടുത്തു. പിന്നെ എക്സാം ആയതുകൊണ്ട് 2 ഡേയ്സ് ലീവായിരുന്നു. അപ്പോൾ ഇന്ന് ക്ലാസ്സിലേക്ക് പോയിട്ടോ. നമ്മുടെ വീട് എത്താറായി കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഞാൻ ഹൗസിനെ സ്കൂളിലെല്ലാം വിട്ട് വന്നിട്ടു. ഹൗസിനെ സ്കൂളിൽ വിട്ട് വന്നിട്ട് നെക്സ്റ്റ് പരിപാടി എന്നിട്ട് ദോശ ഉണ്ടാക്കുന്നു കേട്ടോ. കണ്ടോ, ദോശ ഉണ്ടാക്കുന്നു ഗൈസ്. ദോശ നമ്മൾ ദോശ ഇങ്ങനെ കല്ലിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ ഈ പാത്രം കൊണ്ട് ഇങ്ങനെ അടച്ചു വച്ചാൽ പിന്നെ മോൾ ഭാഗത്ത് നമുക്ക് തിരിച്ചങ്ങ് മറിച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഒരു ഭാഗം മാത്രം ഇങ്ങനെ വേവിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എപ്പം ദോശ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ ഗൈസ്. പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ കുറച്ച് വൈദ്യുതിങ്ങ സാമ്പാറുണ്ട് കേട്ടോ. ഇന്ന് വേറെ എന്തെങ്കിലും കറി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചേക്കും കേട്ടോ. നമ്മൾ സുന്ദരി പിന്നെ ഇതാ അങ്ങ് പുറത്തിരിക്കുന്നുണ്ട് കേട്ടോ. അതോ കാണുന്നുണ്ടോ ഗൈസ്? കുറച്ച് ഡേയ്സ് വാവസ് വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. വാവസ് സ്കൂളിലേക്ക് പോയപ്പോൾ ഇങ്ങനെ വീട് ആകെപ്പാടെ ഉറങ്ങിയ പോലെ എന്തോ പോലെ ഉണ്ട് കേട്ടോ. അല്ല വാവസ് ഉണ്ടെങ്കിൽ ഇങ്ങ് ആകെപ്പാടെ എന്താ പറയുക, ഒരാളുണ്ടെങ്കിൽ പോലും ഒരു 10 പേരുള്ള ആ ഒരു ഇതാണ് കേട്ടോ. ഇങ്ങനെ മിണ്ടിയും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി കളിച്ചോണ്ടിരിക്കും. ഇപ്പോൾ വാവസ് പോയപ്പോൾ ആകെപ്പാടെ എന്തോ പോലെ ഉണ്ടോ ഗൈസ്. പിന്നെ മുളക് ചമ്മന്തി അരച്ചു കേട്ടോ. പച്ചമുളക് ചമ്മന്തിയാണ് കേട്ടോ അരച്ചേക്കുന്നത്. എനിക്ക് ചമ്മന്തി അത്ര ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ സാമ്പാർ കൂട്ടിയാൽ ഞാൻ കഴിക്കാൻ പോണേ.
ഗൈസ് അപ്പോൾ നമ്മുടെ ഒരു കൊച്ചു വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ബൈ ബൈ, ടേക്ക് കെയർ, സി യു.